ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മത്തൻ്റെ ഇല വെച്ചിട്ടൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇലക്കറികൾ പൊതുവേ നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പം ഞാൻ ഇന്ന് മത്തൻ്റെ ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ മത്തൻ്റെ ഇല വെച്ചിട്ട്, അതേപോലെ കുമ്പളത്തിൻ്റെ ഇല വെച്ചിട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. അതേപോലെ തോരൻ ഉണ്ടാക്കും, അതേപോലെ നമ്മൾ കറികളും ഉണ്ടാക്കും ഇന്ന്. അപ്പം ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെയാ സാധനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ മത്തൻ്റെ ഇല വെച്ചിട്ടാണല്ലോ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും മത്തൻ്റെ ഇല ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം മത്തൻ്റെ ഇല എടുക്കുമ്പോൾ നമ്മൾ തളിര ഇല നോക്കിയിട്ട് വേണം എടുക്കട്ടെ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുക. കറി ഉണ്ടാക്കുമ്പോൾ തളിര ഇല കൂടുതലായിട്ട് എടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് മുളക് പൊടി. ഞാൻ നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളകും എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് എടുത്തോളാം കേട്ടോ. ഇത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ളത് ഒരു സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകം എടുത്തിട്ടുണ്ട്. ഈ ജീരകവും ഈ നാളികേരം കൂടി അരച്ചെടുക്കാനാണ്. നാളികേരം ഞാനൊരു മുറി നല്ലോണം നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജീരകവും നാളികേരം കൂടി നമുക്ക് ഇങ്ങോട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 4-5 ചെറിയ തക്കാളി ആയ കാരണം ഒരു 5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് കുറച്ച് നന്നായിട്ട് വരട്ടെ. ഞാൻ ഈ ബൗളിന് ഒരു അര ബൗള് നല്ലോണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഉപ്പ് വേണം. പിന്നെ വറവിടാനായിട്ട് വെളിച്ചെണ്ണയും കടുക് ഒരു വറ്റൽമുളക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് എന്നാലും ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ ഈ പരിപ്പ് നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പരിപ്പ് ഇട്ട് കൊടുത്തു. അതോടുകൂടി ഞാൻ ആ തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചത് അതും കൂടി കൊണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ അപ്പൊ നമുക്ക് അതിലേക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിലടിച്ചോട്ടെ. എന്താ വെച്ചാൽ ഈ പരിപ്പൊന്നും ഇങ്ങോട്ട് നന്നായി വെന്ത് വരണല്ലോ. ഒരു 4 വിസിലടിക്കട്ടെ. നമുക്ക് എന്നാലും ഇനി മത്തൻ്റെ ഇലയൊക്കെ എങ്ങനെയാ നുറുക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മത്തൻ്റെ ഇല ഞാൻ നന്നായി കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ഇങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഇത് കണ്ടില്ലേ, ഒരു ഞരമ്പ് പോലെ, അതൊന്നും എടുക്കണ്ട. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പിച്ചെടുത്താൽ മതി. ഇതേപോലെ നമുക്കിനി ചെറുതാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചെറുതാക്കിയിട്ട് നമുക്ക് കൊണ്ട് നുറുക്കിയെടുക്കാം. കണ്ടില്ലേ? അപ്പൊ ഇതേപോലെ തന്നെ ഞാനിത് മുഴുവന് പിന്നെ കട്ട് ചെയ്ത് വെക്കട്ടെ. നമ്മളുടെ പരിപ്പ് അവിടെ വെന്ത് വരുന്നുണ്ട്, വിസിലടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നാളികേരം അങ്ങോട്ട് അരച്ചെടുക്കാം. ഈ നാളികേരം അരച്ചെടുക്കാനായിട്ട് നമുക്ക് നാളികേരം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ അതിലേക്ക് ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അവിടെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മളുടെ പരിപ്പ് അവിടെ വേവലും കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക അരക്കലും കഴിഞ്ഞു. കുക്കർ ഇവിടെ 4 വിസിലടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കുക. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായി വെന്ത് വരണട്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുക. അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊന്നും നന്നായി തിളച്ച് വരട്ടെ. അതിൻ്റെ ശേഷം വേണം നമുക്ക് ഈ ഇലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ. നമ്മളുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അത്രയും ആയിക്കോട്ടെ. നമുക്ക് ഈ ഇലയും കൂടി ഇട്ട് കൊടുക്കണമല്ലോ.
ഞാൻ ഈ ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. കഴുകി നന്നായിട്ട് നുറുക്കി വെച്ചതാണ് കേട്ടോ ഇലയൊക്കെ. ഈ ഇല നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. മത്തൻ്റെ ഇലയ്ക്ക് കുറച്ചൊരു വേവുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വെന്ത് വരട്ടെ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം. ഈ വെള്ളത്തിൽ കിടന്ന് നന്നായി ഒന്നുണ്ട് വെന്ത് വന്നോട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കുക. കണ്ടില്ലേ, നമ്മളുടെ കറി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം കൂട്ടി കൊടുക്കാം. കണ്ടില്ലേ, നമ്മളുടെ കറി തിളയ്ക്കുന്നത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം കൂട്ടി കൊടുക്കാം. ആ നാളികേരം കൂട്ടിയ ഭാഗം കറണ്ട് പോയ കാരണം അങ്ങനെ ഞങ്ങൾ കണ്ടില്ല. കണ്ടു, ഞാൻ നാളികേരം കൂട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതാ അപ്പൊ ഇനി നമുക്ക് ഇതിങ്ങോട്ട് വാങ്ങി വെക്കാം. അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്നും കൂടി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും. പച്ചമുളകും ഇട്ട് കൊടുത്തു. നന്നായി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ മത്തനില വെച്ചിട്ടുള്ള അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ. അത് വളരെ ദേഹത്തിന് നല്ലതുമാണ്. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, ആ പരിപ്പ് വേവണോട് കൂടി നമുക്ക് ആ തക്കാളിയും മുളകും മഞ്ഞളും ഒക്കെ ഇടല് കഴിഞ്ഞു. അപ്പോൾ ഒന്നിച്ച് അത് വേവൽ കഴിഞ്ഞു. പിന്നെ കഷ്ണം ഇത് എന്താ പറയുക, നുറുക്കിയിട്ടുള്ള ഇല ഇങ്ങോട്ട് ഇടുക, കഴിഞ്ഞു കാര്യം. പിന്നെ നാളികേരം പാരുക. അപ്പം അത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. പിന്നെ അതുപോലെ ദേഹത്തിന് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.